ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കേരള ഗവേണൻസിൽ പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പൊ എല്ലാവർക്കും എജു ഡൊമൈനിന്റെ പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഈ ഇനി വരാൻ പോകുന്ന എക്സാമുകളുണ്ട്, പ്രധാനമായിട്ടും എക്സാമുകളുണ്ട്, അതുപോലെ തന്നെ വില്ലേജ് ടീച്ചർ അസിസ്റ്റന്റ് എക്സാമുകളുണ്ട്. എല്ലാ എക്സാമുകൾക്കും നോക്കുകയാണെങ്കിലും കേരള ഗവേണൻസ് എന്താണ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. കാരണം പല എക്സാം നോക്കുകയാണെങ്കിൽ മിനിമം ഒരു 5 മാർക്കിന്റെങ്കിലും വെയിറ്റേജ് എന്ത് വരുന്നുണ്ട്, കേരള ഗവേണൻസ് വരുന്നുണ്ട്. അപ്പോ നമുക്ക് കേരള ഗവേണൻസിന്റെ കുറച്ച് ടോപ്പിക്കുകളൊക്കെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഓരോന്നായിട്ട് നോക്കാം. ഇനിയിപ്പോ നമ്മൾ കേരള ഗവേണൻസിന്റെ ഒരു സിലബസ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിലെ ആദ്യത്തെ ടോപ്പിക്കാണ് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസസ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഈ സിവിൽ സർവീസസ് എന്നുള്ളത് നോക്കാം. ഈ സിവിൽ സർവീസസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അതിന് നോക്കേണ്ടത്, സിവിൽ സർവീസ് എന്ന് പറഞ്ഞ ടേം ഉദ്ദേശിക്കുന്നത് ഈ ഗവൺമെന്റിന് കീഴിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ആണ് എന്ന് പറയുന്നത് സിവിൽ സർവീസസ് എന്ന് പറയുന്നത്. അപ്പൊ കേരള ഗവേണൻസിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് കേരള ഗവൺമെന്റിന് കീഴിൽ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ പറ്റി, അതായത് എന്താണ് അതിന്റെ ഘടന, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഏതൊക്കെ നിയമങ്ങളാണ് ഇവരുടെ പല കാര്യങ്ങളും റൂൾ ചെയ്യുന്നത്, ഇവർ ഡിസിപ്ലിനറി കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ സിവിൽ സർവീസസ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് നോക്കാം, എന്താണ് ഈ സിവിൽ സർവീസ്, അല്ലെങ്കിൽ സിവിൽ സർവീസ് നമ്മൾ മറ്റു പേര് എന്ത് പറയും, ബ്യൂറോക്രാറ്റ് അല്ലെങ്കിൽ പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയും. അപ്പൊ എന്താണ് ഈ പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് നോക്കാം. അപ്പോ നമ്മൾ പെർമനന്റ് എക്സിക്യൂട്ടീവ് നോക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ഒന്നധികം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അതായത് നമ്മൾ ഇന്ത്യൻ പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ എന്തുണ്ട്, ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട 3 ഓർഗൻസിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഏതൊക്കെ 3 ഓർഗൻസ്? ഒന്ന് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഈ 3 എണ്ണത്തെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ പൊളിറ്റിയിൽ പഠിക്കുന്നുണ്ട്. എന്താണ് ജുഡീഷ്യറിയുടെ പണി, എന്താണ് ലെജിസ്ലേച്ചറിന്റെ പണി, എന്താണ് എക്സിക്യൂട്ടീവിന്റെ പണി, എന്താണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പോ ലെജിസ്ലേച്ചറിന്റെ കാര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിന്നെ പോളിസികൾ നിർമ്മിക്കുക, പ്രോഗ്രാമുകൾ നിർമ്മിക്കുക, അവലംബിക്കുക എന്നുള്ളതായിട്ടാണ് ലെജിസ്ലേച്ചറിന്റെ പണി. ജുഡീഷ്യറി എന്ന് പറയുന്നത് എന്താണ്, ആ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ ആരുണ്ടാക്കിയിട്ടുണ്ടാവും, ലെജിസ്ലേച്ചർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ നിയമങ്ങളെ ഓരോ സെക്ഷനുകളും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇന്റർപ്രറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ലീഗൽ ഡിസ്പ്യൂട്ടുകൾ വരികയാണെങ്കിൽ അത് വളരെ വൃത്തിക്ക് എന്ത് ചെയ്യാം, ഹാൻഡിൽ ചെയ്യുക, സോൾവ് ചെയ്യുക. അതുപോലെ തന്നെ നിയമത്തിൽ എന്തെങ്കിലും അപാകതകൾ വന്നാണെങ്കിൽ അത് തിരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ ജുഡീഷ്യറിയുടെ പണി. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് എന്താണ്, ആ രാജ്യത്തുള്ള നിയമങ്ങളും പോളിസികളും വളരെ ഇഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ എക്സിക്യൂട്ടീവിന് തന്നെ എന്തുണ്ട്, 2 പാർട്ടുകളുണ്ട്. അതിലൊന്നാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, രണ്ടാമത് പെർമനന്റ് എക്സിക്യൂട്ടീവ്. ഇപ്പൊ ഗവേണൻസ് പാർട്ടിൽ നമ്മൾ എന്താ പഠിക്കുന്നത്, പെർമനന്റ് എക്സിക്യൂട്ടീവിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പൊ എന്താണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്? ഇപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ആര് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ എക്സിക്യൂട്ടീവ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്, പ്രസിഡന്റ് വരും, പ്രൈം മിനിസ്റ്റർ വരും, കേന്ദ്രമന്ത്രിമാർ വരും, പിന്നെ കുറെ ഉദ്യോഗസ്ഥർ വരും. ഈ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. അതായത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വരുന്ന റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും. അതിലെ കുറച്ച് ആളുകൾ എന്തിലോട്ട് തിരഞ്ഞെടുക്കപ്പെടും, ഈ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് ഭാഗത്തിലോട്ട് തിരഞ്ഞെടുക്കപ്പെടും. ഇവരുടെ പ്രധാന പണി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ പ്രോഗ്രാമുകൾ, നിയമങ്ങളാണ് ഉണ്ടാക്കേണ്ടത് തീരുമാനിക്കുക, അത് ലെജിസ്ലേച്ചറിൽ കൊണ്ടുപോയി അവതരിപ്പിക്കുക, ലെജിസ്ലേച്ചർ പാസ്സാക്കി എടുക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക. അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന റെപ്രസെന്റേറ്റീവ്സിന് കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. അതാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രസിഡന്റ് പറയാം, വൈസ് പ്രസിഡന്റ് പറയാം, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാര്. ഈ സംസ്ഥാനത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ്, മുഖ്യമന്ത്രി ഉണ്ട്, അതുപോലെ തന്നെ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. അതായത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ആണ് എന്നുള്ളതാണ്. ഇതല്ലാതെ വരുന്ന ആളുകൾ ബ്യൂറോക്രാറ്റ്സ്, ഇവരും എന്താണ് എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. ഇവരെന്താ പെർമനന്റ് എക്സിക്യൂട്ടീവ്. ഇവരുടെ പ്രധാന പണി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇറക്കുന്ന പ്രോഗ്രാമുകൾ, പോളിസികൾ എന്താണ്, അത് ഗ്രൗണ്ട് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവർക്ക് എന്താ ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷനും ഉണ്ടാവില്ല. ഇപ്പൊ
പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് പറയും അവർക്ക് എന്താ ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷനോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബാക്കപ്പിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഭാഗമാണ്. പക്ഷെ പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്തല്ല ഒരു പൊളിറ്റിക്കൽ ബാക്കപ്പിന്റെ ഭാഗമായിട്ടല്ല ഗവൺമെന്റ് ഭാഗമാണ്. ഇവർ പല റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് അവരുടെ മെറിറ്റ് അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സ്കില്ലൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഭാഗമാണ്. അങ്ങനത്തെ ആളുകളാണ് പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇനി ഈ പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവരെന്താണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബാക്കപ്പിലോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അഫിലിയേഷന്റെ ഭാഗമായിട്ടോ അല്ല എന്ത് ചെയ്യുന്നത് ഒരു എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. ഇവരെന്താണ് നോൺ പൊളിറ്റിക്കൽ ആണ്. അതായത് നോൺ പൊളിറ്റിക്കൽ സിവിൽ സർവീസ് ഉണ്ട്. ഇവർക്ക് എന്താ പൊളിറ്റിക്കൽ അഫിലിയേഷൻ പാടില്ല. കാരണം ഇവർ ലോങ് ടേം ആയിട്ട് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അതായത് ഇപ്പൊ ഒരാൾ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ കാലം ഗവൺമെന്റ് ഭാഗമാവും. അവർ പിന്നെ റിട്ടയർമെന്റ് ഏജ് വരെ ഗവൺമെന്റിന്റെ ഭാഗമാണ്. അപ്പോൾ ഏകദേശം 10-30 വർഷമൊക്കെ ഒരു ഗവൺമെന്റിന് വേണ്ടി സെർവ് ചെയ്യും. ഈ 30 വർഷം എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും ഒരുപാട് ഗവൺമെന്റുകൾ മാറി മാറി വരുന്ന സമയത്തായിരിക്കും ഓരോ ഗവൺമെന്റ് എന്ത് ചെയ്യും ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ ഫോം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഏത് പൊളിറ്റിക്കൽ പാർട്ടി ഗവൺമെന്റ് ഫോം ചെയ്താൽ ഇവർ ആരുടെ കൂടെ നിൽക്കണം ഗവൺമെന്റിന്റെ കൂടെ നിൽക്കണം. അപ്പൊ ഇവിടെ എന്താണ് നോൺ പൊളിറ്റിക്കൽ ആയിരിക്കണം എന്നാണ്. അപ്പൊ പെർമനന്റ് എക്സിക്യൂട്ടീവ് റെഫേഴ്സ് ടു നോൺ പൊളിറ്റിക്കൽ സിവിൽ സർവന്റ് ഹു മാനേജ് ഡേ ടു ഡേ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ. ഒരു പ്രധാനപ്പെട്ട പണി എന്താണ് ഗവൺമെന്റിന്റെ കാര്യങ്ങൾ അതായത് ഗവൺമെന്റ് ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അത് വളരെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന പണി. ഇതിലെ ഈ പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ആരൊക്കെ പറയാൻ പറ്റും ബ്യൂറോക്രാറ്റ്സ് പറയാൻ പറ്റും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പബ്ലിക് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് ഇവിടെ എല്ലാവരും നമ്മൾ എന്താണ് പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇവിടെ കോമൺലി നമ്മൾ എന്ത് പറയാറുണ്ട് ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയാറുണ്ട്. ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥ വൃന്ദം എന്തിന്റെ ഭാഗമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണ്. അപ്പൊ എന്താണ് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് നോക്കാം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ചെറിയ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ് ഈ ഗവൺമെന്റിന്റെ നിയമങ്ങൾ ഗവൺമെന്റ് മുൻപ് ഇറക്കിയ നിയമങ്ങളും ഇറക്കാൻ പോകുന്ന നിയമങ്ങളും ഗവൺമെന്റിന്റെ പോളിസികൾ പ്രോഗ്രാമുകൾ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ഇത് വളരെ ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള മെൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് മെറ്റീരിയൽസിനെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. എന്തിനൊക്കെ നമ്മൾ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് മെൻസ് ആൻഡ് മെറ്റീരിയൽ അതായത് ഗവൺമെന്റ് ബിൽഡിങ്സ് മറ്റ് മെഷീനറീസ് ഒക്കെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് ഇംപ്ലിമെന്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോസ് ഗവൺമെന്റ് പോളിസീസ് പ്രോഗ്രാംസ് ആൻഡ് ഡെവലപ്മെന്റൽ പ്രോജക്റ്റ് ഇതൊക്കെ ഗവൺമെന്റിന്റെ ഈ പ്രോജക്റ്റുകളും പോളിസികളും പ്രോഗ്രാമുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഭാഗമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സുകളെയും മെറ്റീരിയൽസിനെയും നമ്മൾ എന്താണ് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും എന്താണ് നമ്മളെ ഈ ബ്യൂറോക്രാസി എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പൊ ഈ ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ ബ്യൂറോക്രാറ്റ്സ് അല്ലെങ്കിൽ പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്ര നേരം നമ്മൾ എന്താണ് പെർമനന്റ് എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ബ്യൂറോക്രസി. അപ്പൊ ഈ ബ്യൂറോക്രസിയുടെ കോമൺ ആയിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നമ്മൾ ഏതൊരു ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് അത് ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ ശ്രേണീപരമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് എന്ന് പറയാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ എന്താണ് അതിനൊരു ടോപ്പ് ഹെഡ് ഉണ്ടാവും. ആ ഹെഡിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉദ്യോഗസ്ഥരുണ്ടാവും. ആ ഉദ്യോഗസ്ഥന്റെ കീഴിൽ ഗ്രൗണ്ട് ലെവൽ വർക്ക് ചെയ്യാൻ വേറെ കുറേ ഉദ്യോഗസ്ഥരുണ്ടാവും. അങ്ങനെ ശ്രേണിപരമായി അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു ടോപ്പ് ഉണ്ടാവും അതിന് താഴെ കുറച്ച് ഓഫീസേഴ്സ് ഉണ്ടാവും അതിന് താഴെ വേറെ കുറേ ഓഫീസേഴ്സ് ഉണ്ടാവും. അത് താഴോട്ട് പോകുന്നതോറും എന്താണ് ഓഫീസേഴ്സിന്റെ എണ്ണങ്ങൾ കൂടി കൂടി വരും. അത് ഹയർ ആർട്ടിക്കൽ ഓർഗനൈസേഷൻ ആണ് എന്ന് പറയാം. അതായത് ഇറ്റ് ഈസ് ഓർഗനൈസ് സച്ച് എ വേ ദാറ്റ് വൺ എംപ്ലോയി അറ്റ് ദ ടോപ്പ്. അതായത് ഇപ്പൊ ഒരു ജില്ലാ ഭരണകൂടം എടുക്കുകയാണെങ്കിൽ അതിന്റെ ടോപ്പിൽ എന്താണ് ഒരു ജില്ലാ കളക്ടർ ഉണ്ടാവും. ആ കളക്ടറിന്റെ കാര്യം എന്ത് ചെയ്യുന്നത് താഴെ ഓരോ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾ ഉണ്ടാവും. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വേറെ കുറേ ഉദ്യോഗസ്ഥരുണ്ടാവും. അതാണ് ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ. ഒരു എംപ്ലോയി എന്ത് ചെയ്യും വൺ എംപ്ലോയി അറ്റ് ദ ടോപ്പ് എന്നുണ്ട്.
അതുപോലെ നമ്പർ ഇൻക്രീസ്, അത് എംപ്ലോയി നമ്പർ ഇൻക്രീസ് ചെയ്യും എങ്ങനെ, ഈ ലോവർ ലെവലിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ. അതാണ് ഹയറാർക്കിക്കൽ ഓർഗനൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചേഴ്സ് ആണ് ഇവിടെ പെർമനൻസ്. അത് ഒരാൾക്ക് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഒരാൾ ഗവൺമെന്റ് സർവന്റ് ആകുവാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ ഒരു മിനിമം ജോബ് സെക്യൂരിറ്റി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കൊടുക്കുന്നുണ്ട്. അത് എത്ര കാലം അവർക്ക് ഗവൺമെന്റിന്റെ ഭാഗമാകാം എന്ന് പറയുന്നുണ്ട്. ഇനി ഗവൺമെന്റ് ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അവർക്ക് എന്താ ഒരു ഫിക്സഡ് സാലറി അവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരാളൊരു ക്ലർക്കായിട്ട് ജോയിൻ ചെയ്യാണ്, 25-ാമത്തെ വയസ്സിലാണ് അവർ ഗവൺമെന്റ് ക്ലർക്ക് ആവുന്നത്. അപ്പോ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം എന്താണ്, 56 വയസ്സ് വരെ എന്താണ് ആ റിട്ടയർമെന്റ് ഏജ് ആണ്. 56 വയസ്സാണ് റിട്ടയർമെന്റ് ഏജ്. അപ്പൊ അത്രയും കാലം അവർക്ക് എന്ത് വർക്ക് ചെയ്യും, ഏകദേശം 30 കൊല്ലം. അപ്പോ ഇപ്പൊ ഒരു ക്ലർക്ക് ആവുന്ന ആൾക്ക് ഒരു 24,000 രൂപ സാലറി കിട്ടും. അപ്പൊ അയാൾ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സാലറിയിൽ എന്ത് ചെയ്യില്ല, കുറവുണ്ടാവില്ല. പിന്നെ അവരുടെ സർവീസസ് ആ സാലറി കൂടുകയുള്ളൂ. അപ്പൊ ഒരു ഫിക്സ്ഡ് സാലറി അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്ലിയർ പ്രൊമോഷൻ പാത്ത് ഉണ്ട് എന്ന് പറയാം. അപ്പൊ ഒരു ക്ലർക്ക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു 3-4 വർഷം കഴിയുമ്പോൾ അപ്പുറത്തെ ലോവർ ഡിവിഷൻ ക്ലർക്ക് ആയിട്ടാണ്, അല്ലെങ്കിൽ ക്ലർക്ക് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നെങ്കിൽ പിന്നെ കുറച്ച് കാലം UD ക്ലർക്ക് ആവും, പിന്നെ അതൊന്നും പ്രൊമോഷൻ ആവും. അപ്പൊ ചിലപ്പോ അയാള് റിട്ടയർമെന്റ് ആകുമ്പോൾ ഒരു ഗവൺമെന്റ് ഹെഡൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡൊക്കെ ആയിട്ടായിരിക്കും റിട്ടയർമെന്റ്. അപ്പൊ ഒരു ക്ലിയർ പ്രൊമോഷൻ പാത്ത് അവിടെ ഉണ്ടായിരിക്കും. അതാണ് രണ്ടാമത്തെ സവിശേഷത പറയുന്നത് പെർമനൻസ് എന്ന് പറയുന്നത്. പിന്നെ ഒരാൾ ഗവൺമെന്റ് ലോട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസിലോ സെലക്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ മെറിറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനും സ്കില്ലും വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു വ്യക്തിയെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയിലോട്ട് തെരഞ്ഞെടുക്കുന്നത്. അത് മെറിറ്റ് ബേസ്ഡ് സെലക്ഷൻ ആണ് എന്ന് പറയുന്നത്. അതിപ്പോ നമ്മളൊരു കേരള ഒരു LD ക്ലർക്കായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ ആദ്യം എന്താണ് നമ്മൾ PSC എക്സാം എഴുതണം. അപ്പൊ PSC എക്സാമിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാച്ച് ചെയ്യണം. ഇപ്പോൾ +2 ആണ് ഒരു ക്വാളിഫിക്കേഷൻ എങ്കിൽ +2 ഉള്ള ആളുകൾക്ക് അതിലോട്ട് അപ്ലൈ ചെയ്യാം. അവിടെ എക്സാം എഴുതുന്നു, എക്സാം ക്ലിയർ ചെയ്ത വ്യക്തികളാണ് പിന്നെ അവിടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. ഇത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ വ്യക്തി ഗവൺമെന്റ് ഓഫീസിലോട്ട് സെലക്ട് ആണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് സർവന്റ് ആയിട്ട് സെലക്ട് ആണ്. അപ്പൊ എന്താ ഒരു മെറിറ്റ് ബേസ്ഡ് സെലക്ഷൻ ആണ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു, അത് ഒരു ബ്യൂറോക്രസിയുടെ ഒരു കോമൺ സവിശേഷതകളായിട്ട് നമ്മൾ ഹയറാർക്കിക്കൽ ഓർഗനൈസേഷൻ ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്തു അവിടെ പറഞ്ഞു. പിന്നെ പെർമനൻസ് ഉണ്ട് പറഞ്ഞു, മെറിറ്റ് ബേസ്ഡ് സെലക്ഷൻ ആണ് എന്നുള്ളതും പറഞ്ഞു. പിന്നെ നാലാമത്തെ അവരുടെ ഒരു സവിശേഷത എന്ന് പറയുന്നതാണ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എന്നതാണ്. അതായത് ഒരാൾക്ക് ഇപ്പൊ എല്ലാ വ്യക്തികൾക്കും എന്തുണ്ടാവും ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷൻ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഒന്നുമില്ല, ഒരു പൊളിറ്റിക്കൽ പിന്നെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് ആദർശത്തോടോ അവർക്ക് ചായ്വ് ഉണ്ടാവും. പക്ഷെ അവർ ഗവൺമെന്റിന്റെ ഭാഗമാകുമ്പോൾ എന്ത് പാടില്ല, ആ ഒരു ചായ്വ് പാടില്ല എന്നുള്ളതാണ്. കാരണം അവരെപ്പോഴും എന്താണ് ഒരു ന്യൂട്രാലിറ്റിയിൽ നിൽക്കേണ്ടി വരും. കാരണം ഒരാൾ ഒരു പിന്നെ ഗവൺമെന്റ് ഭാഗമാകുമ്പോൾ ഒരു 10-20 വർഷം ഗവൺമെന്റ് സർവ് ചെയ്യും. അപ്പൊ ഈ സമയത്ത് പല പാർട്ടികളായിരിക്കുമാണ് ഗവൺമെന്റ് രൂപീകരിക്കുക. അപ്പൊ ഏത് പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാലും അവർക്ക് എന്ത് ചെയ്യും, ആ ഗവൺമെന്റിന് ഇൻട്രസ്റ്റിന്റെ കൂടെ നിൽക്കേണ്ടി വരും. ഇവരുടെ പാർട്ടി ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ എംപ്ലോയ്മെന്റിൽ റിഫ്ലക്ട് ചെയ്യാൻ പാടില്ല എന്നതാണ്. അത് പാർട്ടി ഇൻട്രസ്റ്റ് ഷുഡ് നോട്ട് റിഫ്ലക്ട് ഇൻ ദയർ വർക്ക് എന്നുള്ളതാണ്. അതായത് അവിടെ ഗവൺമെന്റ് എന്താണോ പറയുന്നത് അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, ഒരു പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ പ്രൊഫഷണലിസം ഉണ്ടായിരിക്കണം. അതായത് ഇവിടെ എന്താണ് ഗവൺമെന്റ് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിന്റെ ഭാഗമാണ്. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ഇവർക്ക് എന്ത് ചെയ്യണം, ഒരു സ്കില്ല് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതാണ് കോമൺലി ഒരു ബ്യൂറോക്രസിക്ക് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ വൃത്തത്തിന് വേണ്ടിയിട്ടുള്ള സവിശേഷതകൾ എന്ന് പറയാം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ്. അത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഏതൊക്കെ തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ അതിന്റെ ഘടനയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ നോക്കാൻ പോകുന്നത്. അതിൽ ഇപ്പൊ ഇന്ത്യൻ സിവിൽ സർവീസ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ 3 പിന്നെ ഭാഗങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് എന്ത് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ സർവീസ്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ IAS IPS IFS പോലത്തെ ആളുകൾ എന്ത് ചെയ്യുന്നത് റിക്രൂട്ട് ചെയ്യുന്നത്. ഇത് റിക്രൂട്ട്മെന്റ് നടക്കുന്നതാണ് നാഷണൽ ലെവലിലാണ്, ദേശീയ തലത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്.
പക്ഷെ ഇവരെ പോസ്റ്റ് ചെയ്യുന്നത് ഒന്ന് ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിലായിരിക്കും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് കീഴിലേക്ക് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ ഇവരുടെ എവിടെ വർക്ക് ചെയ്യാൻ ഇവിടെ റാങ്കും മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് സിമിലർ ആയിരിക്കും. ഇവർക്ക് കിട്ടുന്ന പേ സ്കെയിൽ എല്ലാം സിമിലർ ആയിരിക്കും. അതായത് നാഷണൽ ലെവലിൽ പിന്നെ റിക്രൂട്ട്മെന്റ് നടക്കുന്നു, പിന്നെ പല ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാനത്തിന് കേന്ദ്ര ഡിപ്പാർട്ട്മെന്റ് കീഴിൽ ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെയുള്ളതാണ് സെൻട്രൽ സർവീസ് എന്ന് പറയുന്നത്. അത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ കീഴിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് സെൻട്രൽ സർവീസ്, കേന്ദ്ര സർവീസിന് കീഴിൽ ഉൾപ്പെടുന്നത്. പിന്നെ സ്റ്റേറ്റ് സർവീസ് ആണ് വരുന്നത്. സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ വർക്ക് ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥരുമാണ് സ്റ്റേറ്റ് സർവീസുകളിൽ പെടുന്നത്. ഇപ്പൊ കേന്ദ്ര സർവീസ് ആണെങ്കിൽ എന്താണ് നാഷണൽ ലെവലിൽ റിക്രൂട്ട്മെന്റ് നടക്കും. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഈ ഒരു കേന്ദ്രീകൃതമായിട്ട് റിക്രൂട്ട്മെന്റ് നടക്കും. എന്നിട്ട് അവരെ കേന്ദ്ര ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ പിന്നെ അപ്പോയിന്റ് ചെയ്യും. സംസ്ഥാനമാണെങ്കിൽ സംസ്ഥാന തലത്തിലായിരിക്കും അതിന്റെ റിക്രൂട്ട്മെന്റ് നടക്കും. ഇപ്പൊ കേരളമാണെങ്കിൽ കേരള ലെവലിൽ റിക്രൂട്ട്മെന്റ് എടുക്കും. ഇത് കേരള ഗവൺമെന്റ് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ കീഴിൽ ഇവിടെ എന്ത് ചെയ്യും, അപ്പോയിന്റ് ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് എന്തൊക്കെ ഓൾ ഇന്ത്യ സർവീസ് എന്താണ്, സെൻട്രൽ സർവീസ് എന്താണെന്നുള്ളത് നോക്കാം. ഇനി ഓൾ ഇന്ത്യ സർവീസിന്റെ ഒരു കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എന്താണ്, നാഷണൽ ലെവലിലാണ് എന്താണ് ഇവിടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നത്. ഇപ്പൊ നമ്മൾ IAS IPS റിക്രൂട്ട്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാം ഉണ്ട്. ആ എക്സാം എന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ IAS IPS പോലത്തെ ആളുകളെ സെലക്ട് ചെയ്യുന്നത്. ഈ എക്സാം എന്താണ്, ഒരു നാഷണൽ ലെവൽ എക്സാം ആണ്. ഒരു സെൻട്രൽ അതോറിറ്റിയാണ് ഇതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് അപ്പോയിന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ല അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്താണ്, നാഷണൽ ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെ കണ്ടക്ട് ചെയ്തിട്ട് ഈ IAS IPS ആയിട്ട് കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ഈ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ട്രെയിനിങ് മറ്റു കാര്യങ്ങൾക്ക് ഇവർ കൊടുക്കും. ഈ ട്രെയിനിങ് മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നവരാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇവർക്ക് എന്ത് ചെയ്യുക, ട്രെയിനിങ് പ്രോസസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക. ഇപ്പോൾ IAS ആണെങ്കിൽ മുസൂരിയിലാണ് അവിടെ ട്രെയിനിങ് പരിപാടി നടക്കുക. IPS ആണെങ്കിൽ ഹൈദരാബാദാണ് നടക്കുന്നത്. അപ്പോൾ ഇവർക്ക് കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് പിന്നെ എന്ത് ചെയ്യുക, ട്രെയിനിങ് മറ്റു കാര്യങ്ങൾ ചെയ്യും. ട്രെയിനിങ് മറ്റു കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇവിടെ അപ്പോയിന്റ് ചെയ്യും. ഒരു അപ്പോയിന്റ് ചെയ്ത് ഒന്നെങ്കിൽ സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് കീഴിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിലൊക്കെ ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുക. അത് അപ്പോഴത്തെ വേക്കൻസിക്ക് അനുസരിച്ചും ഏതൊക്കെ കേഡറിലാണ് വേക്കൻസി ആ വേക്കൻസിക്ക് അനുസരിച്ച് ഇവിടെ അപ്പോയിന്റ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇന്ത്യയിൽ 3 ഓൾ ഇന്ത്യ സർവീസ് ആണ് ഉള്ളത്. ഇപ്പൊ 3 ഉള്ളൂ. ഒന്നാണ് IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS, IFS. ഇനി ഇവരെ എവിടെ അപ്പോയിന്റ് ചെയ്യും, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ ഇപ്പൊ ഈ ഓൾ ഇന്ത്യ സർവീസിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഏത് സർവീസിന്റെ കീഴിലാണ് അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിലും ആ അപ്പോയിന്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ സർവീസ് ഉണ്ടാവും. ആ സർവീസിലെ കീ പോസ്റ്റുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പോസ്റ്റുകളായിരിക്കും ഇവർക്ക് എന്ത് ചെയ്യാം, കിട്ടുക. ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് കീഴിലാണ് ഇപ്പോൾ ഒരു IAS അപ്പോയിന്റ് ചെയ്യുന്നത്. ഇവിടെ ആദ്യം പോകുന്നത് എന്താണ്, സബ് കളക്ടർ, ജില്ലാ കളക്ടർ പോലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റുകളായിരിക്കും ഇവർക്ക് എന്ത് ചെയ്യാം, അവിടെ കിട്ടും. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ പോലും ഇവർക്ക് അവിടെ കിട്ടുന്ന ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പോലത്തെ പോസ്റ്റുകളായിരിക്കും ഇവർക്ക് കാണുക. അത് ഏത് സർവീസിലാണ് ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത് ആ സർവീസിന്റെ കീ പോസ്റ്റുകളാണ്. അത് കാറ്റഗറി, ഇപ്പൊ നമ്മളെ ഗവൺമെന്റ് ജോബുകളെ ABCD എന്ന് പറയുന്ന 4 വിഭാഗങ്ങളാക്കണം. കാറ്റഗറിയിൽ പെടുന്ന ജോലികളായിരിക്കും ഇവർക്ക് പ്രധാനമായിട്ടും അവിടെ കിട്ടുക എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ റിക്രൂട്ട്മെന്റ് നടത്തുന്നതും അതുപോലെ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആരാണ്, സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്നുള്ളതാണ്. ഇനി ഇവരുടെ സർവീസ് പരമായിട്ടുള്ള പല കാര്യങ്ങളും, ഡിസിപ്ലിനറി ആക്ഷൻ, ഇവർ എന്തെങ്കിലും അവിടെ അവിടെ ജോലി കാലഘട്ടത്തിൽ എന്തെങ്കിലും മോശമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡിസിപ്ലിനറി ആക്ഷൻ, അങ്ങനെ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് ആരൊക്കെയാണ് ചെയ്യുന്നത്, അത് 2 ഗവൺമെന്റുകൾക്കും റോൾ ഉണ്ട്. അതിപ്പോൾ ഡിസിപ്ലിനറി ആക്ഷൻ, ഇപ്പോൾ സർവീസ് പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒരേപോലെ റോൾ ഉണ്ട് എന്നതാണ്. അതായത് സർവീസ് ആർ കൺട്രോൾ, ഇവരെ സർവീസസ് കൺട്രോൾ ചെയ്യുന്നത് ആരൊക്കെയാണ്, ജോയിന്റ് ബൈ സെൻട്രൽ സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റും. അതായത് ഇപ്പോ ഒരാൾക്ക് ഒരാളെ സർവീസ്, ഇപ്പൊ ഒരു IAS കാരൻ ഇപ്പൊ കുറച്ച് കൈക്കൂലി മേടിച്ചു വിചാരിച്ചോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത് എന്ന് വിചാരിച്ചോ. അപ്പൊ അങ്ങനെ സംഭവം തെളിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ ആരെടുക്കും, സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കും. അത്
സ്റ്റേറ്റ് ഗവൺമെന്റ് മാക്സിമം ചെയ്യാൻ പറ്റുക എന്താണ്, ഒന്നെങ്കിൽ സ്ഥലം മാറ്റുക അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. അതിന്റെ അൾട്ടിമേറ്റ് ഡെസിഷൻ ആരെടുക്കുക? സെൻട്രൽ ഗവൺമെന്റ് ആണ് എടുക്കുക. കാരണം ഇവരൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നതാണ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ, ഒരാളെ ഗവൺമെന്റ് സർവീസിൽ അപ്പോയിന്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ അദ്ദേഹത്തെ ആ അപ്പോയിന്റ് ചെയ്ത വ്യക്തിക്ക് മുകളിൽ അൾട്ടിമേറ്റ് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പറ്റിയ ആർക്കാണെന്ന് ചോദിച്ചാൽ, ആരാണോ ആ വ്യക്തിയെ അവിടെ അപ്പോയിന്റ് ചെയ്തത് ആ അതോറിറ്റിക്കായിരിക്കും അൾട്ടിമേറ്റ് കൺട്രോൾ ഉണ്ടാകുക. ഇപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യണം. അപ്പോൾ DGP ആണ് പിന്നെ മെയിൻ ആ അപ്പോയിന്റിയുടെ മെയിൻ അതോറിറ്റി എങ്കിൽ ആ വ്യക്തിക്കായിരിക്കും അതിന്റെ അൾട്ടിമേറ്റ് കൺട്രോൾ ഉണ്ടാകുക. അത് ഡിസ്മിസ് ചെയ്യാൻ മറ്റു കാര്യങ്ങളൊക്കെ അൾട്ടിമേറ്റ് കൺട്രോൾ ആക്കിയിരിക്കും DGP-ക്കും. അതാണ് ഇപ്പൊ നമ്മൾ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് കണക്കല്ലോ. അപ്പോൾ പ്രസിഡന്റ് ആണ് മന്ത്രിമാരൊക്കെ എന്ത് ചെയ്യാം, അപ്പോയിന്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ മന്ത്രിസ്ഥാനത്ത് നീക്കാൻ ആർക്ക് അധികാരം ഉണ്ടാവും? പ്രസിഡന്റ് അധികാരം ഉണ്ടാവും. അതുപോലെയാണ് ഈ എന്ന് പറയാം. അപ്പോൾ ഈ ഓൾ ഇന്ത്യ സർവീസിന് അപ്പോയിന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് സെൻട്രൽ ഗവൺമെന്റ്. അപ്പോൾ ഇവരെ സർവീസിനെ ഡിസ്മിസ് ചെയ്യണമെങ്കിൽ ആർക്ക് അധികാരം ഉണ്ടാവുള്ളൂ? സെൻട്രൽ ഗവൺമെന്റ് അധികാരം, സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരം ഉണ്ടാവും. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ്, ഒരു മീൻ ടൈം റോൾ ചെയ്യുള്ളൂ. അതായത് ഒന്നെങ്കിൽ സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ സ്ഥലം മാറ്റുക എന്നുള്ളത്. ഈ സർവീസിന്റെ പേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റിനെ നടക്കുള്ളൂ എന്നതാണ്. ഇപ്പൊ തന്നെ പല IAS ഉദ്യോഗസ്ഥരും റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ട് പോലും കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്തില്ല, അത് അപ്രൂവ് ചെയ്തിട്ടില്ല. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവ് ചെയ്താൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യുള്ളൂ, ആ സർവീസിന് പിരിഞ്ഞു പോരാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു യാഥാർത്ഥ്യം. ഇനി സ്റ്റേറ്റ് സർവീസ്, ഇനി ഓൾ ഇന്ത്യ സർവീസ് തന്നെ നമ്മൾ 3 ഉണ്ട് എന്ന് പറഞ്ഞു. അതിലൊന്നാണ് IAS എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 1947 ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പേര് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നായിരുന്നു. 1947 ഇതിന്റെ പേര് മാറ്റി IAS എന്ന് മാറ്റി. ആ സമയത്ത് ഇന്ന് കാണുന്ന IPS എന്നുണ്ട്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്നുണ്ട്. പണ്ട് 1947 വരെ ഇന്ത്യൻ പോലീസ് എന്നാണ്, IP എന്നാണ് ഇതിനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാറ്റി IPS എന്നാക്കി. പിന്നെ എന്ത് ചെയ്തു, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നീഷനും കൊടുത്തു. കാരണം 1947 1915 നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. അങ്ങനെ ഈ ഓൾ ഇന്ത്യ സർവീസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നീഷനും കൊടുത്തു എന്നുള്ളതാണ്. നമ്മളെ ഈ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ പ്രൊവിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ് 308 മുതൽ, അതായത് 308 മുതൽ 312 വരെയുള്ള 308 മുതൽ 312 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് നമ്മൾ ഈ സിവിൽ, 312 അല്ല 314 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് പ്രധാനമായും നമ്മൾ ഈ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അതിൽ 308 പ്രധാനമായിട്ടും, 308 ഈ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ പറയുന്നത്. അതിൽ 312 അതായത് 12 ഓൾ ഇന്ത്യ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇങ്ങനെ ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആർക്കാണ് അധികാരം കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് 312. അപ്പോൾ 1947 ഈ രണ്ടിന് പേര് മാറ്റി IAS IPS ഉണ്ടാക്കി. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നീഷൻ കൊടുത്തു. കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നീഷൻ കൊടുത്ത് ആർട്ടിക്കിൾ 312 പ്രകാരമാണ്. അതായത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 312 എന്ത് ചെയ്യുന്നുണ്ട്, പാർലമെന്റിന് അധികാരം കൊടുക്കുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ആർട്ടിക്കിൾ 312 പ്രകാരം ഇതിന്റെ അധികാരം ആർക്കാ പോകുന്നത് വെച്ചാൽ, രാജ്യസഭക്ക് എന്ത് ചെയ്യാം, ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാം. പുതിയ ഒരു ഓൾ ഇന്ത്യ സർവീസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം റെസൊല്യൂഷൻ പാസ്സാക്കണം. രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. എന്തുകൊണ്ട് രാജ്യസഭ കൊടുത്തു വെച്ചാൽ, ഇന്ത്യയുടെ ടോട്ടൽ ഒരു പൊളിറ്റിക്കൽ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ്, ഒരു ഫെഡറൽ സെറ്റപ്പാണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ സംസ്ഥാനങ്ങളുണ്ട്. അപ്പൊ ഇതെന്ത്, സംസ്ഥാനങ്ങൾക്ക് വോയിസ് വേണം. രാജ്യസഭ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ഇരിക്കുന്ന സഭ രാജ്യസഭ. അപ്പോൾ ഒരു ഓൾ ഇന്ത്യ സർവീസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സംസ്ഥാനങ്ങളുടെ വോയിസ് വേണം. അതുകൊണ്ട് ഒരു പിന്നെ ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. ആ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, പാർലമെന്റ് 2 ഹൗസും സിമ്പിൾ മജോറിറ്റിയുടെ ബില്ല് പാസ്സാക്കി ആക്ട് കഴിഞ്ഞാൽ പുതിയ ഒരു ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ 1947 IAS IPS പേര് മാറ്റി. പിന്നെ ഓൾ ഇന്ത്യ സർവീസ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നിഷൻ കിട്ടി.
മൂന്നാമത്തെ ഓൾ ഇന്ത്യ സർവീസ് 1966 വരുന്നത്, ആണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്ന് പറയുന്നത്. ആണ് തേർഡ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ കറന്റ് നമുക്ക് 3 ഓൾ ഇന്ത്യ സർവീസ് ഉള്ളൂ. ഇനി നമുക്ക് സെൻട്രൽ സർവീസ് ആയിട്ട് നോക്കാം. അതായത് കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള സർവീസുകൾ എന്നുള്ളത്. അപ്പൊ ഈ സെൻട്രൽ സർവീസ് ആകുമ്പോൾ ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്ന എന്താണ്, നാഷണൽ ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുക. പ്രധാനമായിട്ടും നമ്മൾ സെൻട്രൽ സർവീസിലോട്ടുള്ള റിക്രൂട്ട്മെന്റ് നടക്കുക ഒന്നെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുകൾ നേരിട്ട് വിളിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അതോറിറ്റിയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മിറ്റി. പിന്നെ UPSC എക്സാം നടത്തുന്നതാണ്. UPSC സിവിൽ സർവീസ് എക്സാമുകളുണ്ട്. അതിലാകെ 10-20ഓളം ഡിപ്പാർട്ട്മെന്റുകളിലോട്ട് 20ഓളം കാറ്റഗറിയിലുള്ള റിക്രൂട്ട്മെന്റ് ഒന്നിച്ച് നടക്കുന്ന ഒരു എക്സാമാണ് സിവിൽ സർവീസ്. അതിൽ 3 ഓൾ ഇന്ത്യ സർവീസ് ഉള്ളൂ. ബാക്കിയെല്ലാം എന്താണ്, കേന്ദ്ര സർവീസിലോട്ടുള്ള റിക്രൂട്ട്മെന്റുകളാണ് നടക്കുന്നത്. പിന്നെ SSCയുടെ പല എക്സാമുകൾ CTET നടക്കുന്നുണ്ട്, CHSL നടക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, കേന്ദ്ര ഗവൺമെന്റ് കീഴിലോട്ടുള്ള നാഷണൽ ലെവൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സാണ്. അപ്പോൾ സെൻട്രൽ സർവീസ് എക്സാമിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് നാഷണൽ ലെവലിലോട്ടാണ്. പിന്നെ നമ്മളെ റെയിൽവേ എക്സാമുകളൊക്കെ കേന്ദ്ര ഗവൺമെന്റ് കീഴിലായിട്ടുള്ള എക്സാമുകളാണ്. പിന്നെ പല ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു എക്സാം നടക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്, കേന്ദ്ര ഗവൺമെന്റ് കീഴിലോട്ടുള്ള നാഷണൽ ലെവൽ എക്സാമുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ട്രെയിനിങ്ങും റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ് ഇവർ എവിടെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെന്റിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റുകളിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത് പറയാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇതൊക്കെ എന്താണ്, സെൻട്രൽ സർവീസിന് ഉദാഹരണങ്ങളാണ് എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ സർവീസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏത് ഗവൺമെന്റ് ജൂറിസ്ഡിക്ഷനിലാണ്, കാരണം സെൻട്രൽ സർവീസ് ആണ്. അപ്പൊ ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ജൂറിസ്ഡിക്ഷന്റെ അണ്ടറിലാണ്. ഇവിടെ ഡിസിപ്ലിനറി കാര്യങ്ങൾ, ഇവിടെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾ, സർവീസ് കണ്ടീഷൻസ് എല്ലാം വരുന്നത് സെൻട്രൽ ഗവൺമെന്റിന് കീഴിലാണ് എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏതൊരു സെൻട്രൽ സർവീസ് ഈ സർവീസുകളാണ് നമ്മൾ ഇതിന് കുറച്ച് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നുണ്ട് ഈ സർവീസുകളിൽ. അത് ഇവിടെ റാങ്ക് അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് വരെ നമ്മൾ സെൻട്രൽ സർവീസ് തന്നെ 4 കാറ്റഗറികളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് ചില പോസ്റ്റുകൾ കുറച്ചും കൂടി ഹൈ എൻഡ് പോസ്റ്റുകളായിരിക്കും, അതിന് താഴെ വേറെ പോസ്റ്റുകളും, അതിന് താഴെ വേറെ പോസ്റ്റുകൾ. അപ്പൊ ഈ പോസ്റ്റുകളുടെ ഒരു നേച്ചറും ഇമ്പോർട്ടൻസും വെച്ചിട്ടാണ് നമ്മൾ ഈ കാറ്റഗറി കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഐ എസ് കാരുടെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് പോസ്റ്റുകളും അതിന്റെ ലെസ് ഇമ്പോർട്ടൻസ് ആയിരിക്കും. ഏറ്റവും അടിയിലോട്ട് വരുമ്പോൾ എന്താണ്, പിയൂണ് പോലത്തെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഇല്ലാത്ത മൾട്ടി ടാസ്കിംഗ് പിന്നെ പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ പോസ്റ്റുകളുടെ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻസ് വരെ നമ്മുടെ ഇപ്പോഴും 4 കാറ്റഗറി ഉള്ളൂ, പക്ഷെ ഇൻഡിപെൻഡൻസ് വരെ ഉള്ള ആ 4 കാറ്റഗറി എന്ന് പറയുന്നത് ക്ലാസ് 1 എംപ്ലോയീസ്, ക്ലാസ് 2 എംപ്ലോയീസ്, സബോർഡിനേറ്റ്, ഇൻഫീരിയർ ഇങ്ങനെ 4ആയിട്ടാണ് ഇന്ത്യയുടെ കാറ്റഗറി. ക്ലാസ് 1 എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന എംപ്ലോയീസ്, അതിന്റെ താഴെ കുറച്ച് ഗസറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ പോസ്റ്റുകളുണ്ടാവും, അത് ക്ലാസ് 2. പിന്നെ ഉള്ളത് ക്ലറിക്കൽ പോസ്റ്റുകളാണ് സബോർഡിനേറ്റ്. പിന്നെ പിയൂണ് പോലത്തെ മൾട്ടി ടാസ്കിംഗ് പോസ്റ്റുകളാണ് ഇൻഫീരിയർ പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇതാണ് ഇൻഡിപെൻഡൻസ് വരെ ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്ന സെൻട്രൽ സർവീസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇൻഡിപെൻഡൻസിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതിന്റെ പേരുകൾ കുറച്ച് മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾ ക്ലാസ് 1, 2, സബോർഡിനേറ്റ്, ഇൻഫീരിയർ എന്നുള്ള. ഇൻഡിപെൻഡൻസ് ശേഷം നമ്മൾ ഈ സബോർഡിനേറ്റ് ആൻഡ് ഇൻഫീരിയർ സർവീസ് എന്നുള്ള പേര് മാറ്റിയിട്ട് ക്ലാസ് 3 ആൻഡ് ക്ലാസ് 4 എന്നുള്ള മാറ്റി. അത് ക്ലറിക്കൽ പോസ്റ്റിന്റെയും ഈ മൾട്ടി ടാസ്കിംഗ് പോസ്റ്റിന്റെ പേരാണ് മാറ്റി എന്നുള്ളതാണ്. പിന്നെ 1974 വീണ്ടും മാറ്റി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇത് ടോട്ടലി മാറ്റി. ക്ലാസ് 1, 2 എന്നുള്ള മാറ്റി എന്ത് ചെയ്തു, ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി എന്നുള്ള. ഗ്രൂപ്പ് ഡി ഒക്കെ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പൊ റെയിൽവേക്ക് എല്ലാ കൊല്ലം ചെയ്യും ഗ്രൂപ്പ് ഡി എക്സാം വിളിക്കും. അത് ഗ്രൂപ്പ് ഡിയുടെ ഏറ്റവും ലോവർ ലെവൽ, എൻട്രി ലെവൽ പോസ്റ്റുകളാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അതിന്റെ തൊട്ടുമുള്ളാണ് ഗ്രൂപ്പ് സി, ഈ ക്ലറിക്കൽ ആയിട്ടുള്ള ഓഫീസ് ജോബുകളൊക്കെ പറയും. ഗ്രൂപ്പ് ബി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അഡ്മിനിസ്ട്രേറ്റീവ് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന പോസ്റ്റുകളായി, കുറച്ചുകൂടി പവറും അധികാരമൊക്കെ ഉള്ള പോസ്റ്റുകളാണ്. ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഓഫീസിന്റെ ഗ്രൂപ്പ് എയിൽ പെടുത്തുക എന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ ടോട്ടൽ സർവീസ് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് എയും ബിയും എന്താണ്, ഗസറ്റഡ് പോസ്റ്റുകളാണ്. പക്ഷെ ഗ്രൂപ്പ് ബിയും സിയും വരുമ്പോൾ എന്താണ്, നോൺ ഗസറ്റഡ് പോസ്റ്റുകളാണ്. നമ്മൾ കേരള ഗവൺമെന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ
സാധാരണ ക്ലറിക്കൽ ജോബിൽ കയറുന്ന ആൾക്കാരുണ്ടാവും, അല്ലാണ്ട് പിയൂൺ മൾട്ടി ടാസ്കിംഗ് ജോബിൽ കയറുന്ന ആൾക്കാരുണ്ടാവും. ഇവർക്ക് പ്രത്യേകിച്ച് എന്തില്ല, ഗസ്റ്റിംഗ് പവർ ഒന്നും ഉണ്ടാവില്ല. അതായത് ഈ ഗസറ്റഡ് പോസ്റ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അപ്പോയിന്റ്മെന്റ്, ട്രാൻസ്ഫേഴ്സ്, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എന്താണ് ഒരു ഗസറ്റിൽ പബ്ലിഷ് ചെയ്യപ്പെടും. ഇവർക്ക് ഗസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെടും എന്ന് പറയുമ്പോൾ കുറച്ച് അധികാരങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ച് പവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എക്സാമ്പിൾ ഒക്കെ പറയുന്നത് പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി ആ പഞ്ചായത്തിൽ ടോട്ടൽ ഓവർ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഹാൻഡിൽ ചെയ്യുക. അപ്പൊ അവർക്ക് കുറച്ച് അധികാരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഗസ്റ്റിലാണ് തീരുമാനിക്കുക. ഗ്രൂപ്പ് ബിയും സിയും ഡിയും എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നമ്മള് ഗ്രൂപ്പ് ബി അല്ല, ഇവിടെ ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി ആണ്. എഴുതിയപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ ഗ്രൂപ്പ് സിയും ഡിയും എന്ന് പറയുമ്പോൾ എന്താണ്, നോൺ ഗസറ്റഡ് ആണ്. ഇവർക്ക് അത്യാവശ്യം ഇവര് ഡെയിലി ഓഫീസിലെ കാര്യങ്ങൾ നോക്കുക, പോവുക എന്നുള്ളത് മാത്രമേ ഇവർക്കുള്ളൂ. ഇവരുടെ അപ്പോയിന്റ്മെന്റ് മറ്റു കാര്യങ്ങളും ഗസ്റ്റിൽ പബ്ലിഷ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗസറ്റ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് അധികാരങ്ങളുള്ള പോസ്റ്റുകളായിരിക്കും. ഇനി സ്റ്റേറ്റ് സർവീസ്, ഇപ്പൊ നമ്മൾ സെൻട്രൽ സർവീസ് പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് സർവീസുകളാണ്. സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുമ്പോൾ അതിന്റെ റിക്രൂട്ട്മെന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന സ്റ്റേറ്റ് ലെവലിലാണ് അതിന്റെ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് കേരള ഗവൺമെന്റിന്റെ ആ ഒരു ജോഗ്രഫിക്കുള്ളിൽ വരുന്ന ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ട്. തമിഴ്നാട് വേറെ ഉണ്ടാവും, കർണാടക വേറെ ഉണ്ടാവും. ഇവരുടെ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ് ഇവരെ അപ്പോയിന്റ് ചെയ്തവരേക്കും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകളിലാണ് ഇവർ എന്ത് ചെയ്യുക, ഇവരെ അപ്പോയിന്റ് ചെയ്യുക എന്നതാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ കേരള പോലീസ് സർവീസ്, കേരള അഗ്രികൾച്ചർ സർവീസ് എന്താണ് നമുക്ക് ഇതിന് ഉദാഹരണങ്ങളായിട്ട് പറയാം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും സ്റ്റേറ്റ് സർവീസുകളിൽ നാലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നത്. സെൻട്രൽ സർവീസ് പോലെ തന്നെ സ്റ്റേറ്റ് സർവീസുകളിൽ നാലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതെന്നാണ് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അതിൽ ഗ്രൂപ്പ് എയും ബിയും എന്താണ്, ഗസറ്റഡ് പോസ്റ്റുകളാണ്. ഗ്രൂപ്പ് സിയും ഡിയും നോൺ ഗസറ്റഡ് പോസ്റ്റുകളാണ് എന്നുള്ളതാണ്. അപ്പോ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്റ്റേറ്റ് സർവീസിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. ഇനി നമുക്ക് കേരള ഗവേണൻസുമായിട്ട്, കേരളത്തിലെ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ എന്താ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.